Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Limitations of Leasing from the subject Financial Services for BBA Semester 3 students of the Kerala University. Let us study the limitation of leasing. First limitation is it is not a suitable mode of project financing because rental is payable soon after entering into lease agreement while new project generate cash only after long gestation period. നമ്മളിവിടെ ലീസിങ്ങിൻ്റെ ലിമിറ്റേഷനെ കുറിച്ച് അല്ലെങ്കിൽ പരിമിതിയെക്കുറിച്ച് പോരായ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തെ പോരായ്മ അല്ലെങ്കിൽ പരിമിതി എന്ന് പറയുന്നത് ലീസ് ഫിനാൻസിങ് പ്രോജക്റ്റ് ഫിനാൻസിങ്ങിന് അനുയോജ്യമല്ല. എന്താണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നതിനാണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്, പണം കൊടുക്കുന്നതിനാണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലീസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ലീസിങ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഫിനാൻസിങ്ങിന് സൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ലീസിൻ്റെ റെൻ്റൽ അല്ലെങ്കിൽ അതിൻ്റെ വാടക ലീസ് എഗ്രിമെൻറ്റിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കൊടുത്തു തുടങ്ങണം, വാടക കൊടുത്തു തുടങ്ങണം. പക്ഷേ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു പുതിയ പദ്ധതി, അതിൽ നിന്ന് നമുക്ക് കാശ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പൈസ തിരികെ ലഭിക്കണമെങ്കിൽ വലിയൊരു നീണ്ട ജസ്റ്റേഷൻ പീരീഡ് കഴിയണം. എന്താണ് ജസ്റ്റേഷൻ പീരീഡ്? ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായി അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അതുവരെയുള്ള ആ പീരീഡ്, അതിനാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് വലിയൊരു ജസ്റ്റേഷൻ പീരീഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലീസ് എഗ്രിമെൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാൻഡാണ് ലീസിനെടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് ലീസിനെടുത്തു. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു, ലീസ് എഗ്രിമെൻറ്റിൽ ബിൽഡിംഗ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കാൻ അല്ലെങ്കിൽ ലാൻഡ് പാട്ടത്തിനെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് കരാറിൽ ലീസ് എഗ്രിമെൻറ്റിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ലാൻഡിൻ്റെ പാട്ട തുക കൊടുക്കേണ്ടി വരും. പക്ഷേ ആ സമയത്ത് നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വരുമാനവും ഇല്ല. ആ വരുമാനം ലഭിച്ചു തുടങ്ങുന്നത് ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ ഇതൊരു ലീസ് ഫിനാൻസിങ്ങിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കുന്നു. പ്രോജക്റ്റ് ഫിനാൻസിങ്ങിന് ഇത് സൂട്ടബിൾ അല്ല എന്നുള്ള കാര്യം ലീസ് ഫിനാൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ ലീസിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. സെക്കൻഡ് ലിമിറ്റേഷൻ ഓഫ് ലീസിങ് ഈസ് സർട്ടൻ ടാക്സ് ബെനിഫിറ്റ്സ്, ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ് എക്സെട്ര മേ നോട്ട് ബി അവൈലബിൾ ടു ലീസ്ഡ് എക്യുപ്മെൻറ്റ്. സാധാരണ ചില പ്രോജക്റ്റുകൾക്കോ അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾക്കോ ഒക്കെ സർക്കാർ, ഗവൺമെൻറ് ചില നികുതി ഇളവുകൾ അല്ലെങ്കിൽ നികുതി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസെൻറ്റീവ്സ് അല്ലെ സബ്സിഡീസ് നമുക്കറിയാം. സബ്സിഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരിച്ചടക്കേണ്ട പൈസയിലുള്ള കുറവ്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ കാർഷിക വായ്പയൊക്കെ നൽകാറുണ്ട്, അതിന് ഗവൺമെൻറ് സബ്സിഡി നൽകുന്നുണ്ട്. വായ്പയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7%, പക്ഷേ നമ്മൾ 4% മാത്രം അടച്ചാൽ മതി. 3% ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരും, നമുക്ക് കിഴിവ് തരും, എന്നുവെച്ചാൽ കുറവ് തരും. അത്തരത്തിലുള്ള ഈ ഓരോ എക്യുപ്മെൻറ്റ്സിനൊക്കെ വാങ്ങുന്നതിനും ബിസിനസ് ആവശ്യങ്ങൾക്കും ഇതിനൊക്കെ നമ്മൾ കടമെടുക്കുമ്പോൾ അതിന് ഗവൺമെൻറ് നൽകുന്ന സബ്സിഡീസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഇതൊന്നും ലീസ്ഡ് എക്യുപ്മെൻറ്റിന് കിട്ടാറില്ല. അതാണ് ഇതിൻ്റെ ലീസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത്. തേർഡ് ലിമിറ്റേഷൻ ഓഫ് ലീസിങ് ഈസ് the value of real assets, that is land and building, may increase during lease period. In this case, lessee may lose potential capital gain. നമുക്കറിയാം, ഈ ലീസ് പീരീഡിൽ, ഈ പാട്ട കാലയളവിൽ ഈ റിയൽ അസറ്റ്സിൻ്റെ, ലാൻഡ് ആകാം ബിൽഡിംഗ് ആകാം, ഇതിൻ്റെയൊക്കെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഇതിൻ്റെയൊക്കെ മൂല്യം വർദ്ധിക്കും. അപ്പോൾ ഈ ലീസ് പീരീഡിൽ വർദ്ധിക്കുമ്പോൾ ലെസ്സിക്ക്, ഇത് പാട്ടത്തിന് എടുക്കുന്ന വ്യക്തിക്ക് പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ ഗെയിൻ ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിലോ ലാൻഡിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള വരുമാനമാണ്. അതിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ ഗെയിൻ ലെസ്സിക്ക് നഷ്ടമാകാനിടയാണ്. കാരണം ഇപ്പോൾ ഈ പാട്ടക്കാലയളവിൽ ഏതായാലും നമ്മൾ ഈ ലാൻഡ് അല്ലെ ബിൽഡിംഗ് ഭാവിയിൽ ലീസ് എഗ്രിമെൻറ്റ് പ്രകാരം പർച്ചേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലെസ്സിക്ക് അത് സ്വന്തമാകും. അങ്ങനെ മേടിക്കാൻ പോകുന്ന ഒരു ലാൻഡിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻ ലീസ് പീരീഡിൽ ലഭിക്കാതെ പോകും. അതൊരു പോരായ്മയാണ്. കാരണം ലീസ് പീരീഡിൽ അത് നമ്മുടെ സ്വന്തമല്ല. അപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്നോ ലാൻഡിൽ നിന്നോ ഉണ്ടാകുന്ന ആദായം, ക്യാപിറ്റൽ ഗെയിൻ ലെസ്സിക്ക് അപ്പോൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇതൊരു ലീസ് എഗ്രിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലീസിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. ഫോർത്ത് limitation of leasing is
the cost of financing is generally higher than that of debt financing. ഡെറ്റ് ഫിനാൻസിങ് നമുക്ക് എന്താണെന്നറിയാം, പണം കടം മേടിക്കുന്നതാണ്. അപ്പോൾ ആ ഡെറ്റ് ഫിനാൻസിങ്ങിനെക്കാട്ടി ചിലവേറിയതാണ് ഈ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലീസ് ഫിനാൻസിങ്ങിനുള്ള ചിലവെന്ന് പറയുന്നത് ഡെറ്റ് ഫിനാൻസിങ്ങിനെക്കാട്ടി കൂടുതലായിരിക്കും. ഇത് ലീസ് ഫിനാൻസിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങാൻ നമ്മൾ ബാങ്കിൽ നിന്നോ അല്ലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് കടത്തിന് പൈസ എടുക്കുന്നതിനെക്കാട്ടി ചിലവ് ഈ ലീസ് ഫിനാൻസിങ്ങിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പോരായ്മയായിട്ട് പറയേണ്ടി വരും. ഫിഫ്ത്ത് ലിമിറ്റേഷൻ ഓഫ് ലീസിങ് ഈസ് എ മാനുഫാക്ചറർ ഓർ ലെസ്സി who want to discontinue business need to pay huge penalty to lessor for pre-closing lease agreement. ഈ ലീസ് ഫിനാൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ ലീസിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ലെസ്സി പാട്ടത്തിന് എടുക്കുന്ന ആൾ, അയാൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഈ ബിസിനസ്സിന് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണ്ട, ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മെഷീൻ്റെ ആവശ്യമില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ എഗ്രിമെൻ്റ് നേരത്തെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു 5 വർഷത്തേക്കായിരിക്കും പാട്ടത്തിന് എടുത്തിരിക്കുന്നത്. 3 വർഷമായപ്പോൾ നമ്മൾ ഇനി ബിസിനസ് തുടരണ്ടെന്ന് തീരുമാനിക്കും. ബാക്കി 2 വർഷം ഇനിയുണ്ട് മുന്നോട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് തുടരണ്ടെന്ന് തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ എഗ്രിമെൻ്റ് പ്രകാരം 5 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 3 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പ്രീ ക്ലോസിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നേരത്തെ ക്ലോസ് ചെയ്യുന്നു. അതിന് വലിയ പെനാൽറ്റി അല്ലെങ്കിൽ വലിയ പിഴ ലെസ്സർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതും ലീസിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണെന്ന് പറയാം. സിക്സ്ത് ലിമിറ്റേഷൻ ഓഫ് ലീസിങ് ഈസ് there is no exclusive law for regulating leasing transaction. ലീസിങ്ങിൻ്റെ അഥവാ ലീസ് ഫിനാൻസിങ്ങിൻ്റെ 6ാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകൾ, ലീസിങ് ട്രാൻസാക്ഷൻ, ഈ പാട്ട ഇടപാടുകൾ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് അതിനു വേണ്ടി പ്രത്യേക നിയമങ്ങളൊന്നും തന്നെ ഇല്ല. അത് വലിയൊരു പോരായ്മയാണ്. ഇതാണ് 6ാമത്തെ പോരായ്മ. 7th limitation is in underdeveloped legal systems, lease arrangements can result in inequality between the parties due to the lessor's economic dominance, which may lead to the lessee signing an unfavorable contract. ഇപ്പോൾ ലീസിങ്ങിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തെ ലീഗൽ സിസ്റ്റംസ്, നിയമ സംവിധാനങ്ങൾ അത്ര പുരോഗതി കൈവരിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഈ ലീസ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ലീസ് കോൺട്രാക്ട്സ്, പാട്ടക്കരാറുകളൊക്കെ ഒരു അസമത്വം സൃഷ്ടിക്കുന്ന തരത്തിലാണ്. പാർട്ടീസ് തമ്മിലൊരു അസമത്വം. ഈ ലീസ് എഗ്രിമെൻറ്റിലെ പാർട്ടീസ് എന്ന് പറയുന്നത് ലെസ്സറും ലെസ്സിയാണ്. ലെസ്സർ എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്, ഓണറാണ്. ലെസ്സി എന്ന് പറഞ്ഞാൽ അത് വാടകയ്ക്ക് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഇൻഇക്വാളിറ്റി, അസമത്വം ഉണ്ടാകാനുള്ള സാധ്യത ലീസിങ്ങിലുണ്ട്. അത് ഒരു കണ്ടീഷൻ ഉണ്ട്. ലീഗൽ സിസ്റ്റംസ്, ഒരു രാജ്യത്തെ ലീഗൽ സിസ്റ്റംസ് അൺഡെവലപ്ഡ് ആണെങ്കിലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു ലീസിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലെസ്സർ അല്ലെ ഓണർക്ക് എക്കണോമിക് ഡോമിനൻസ്, സാമ്പത്തികപരമായി ഒരു മേധാവിത്വം ഉണ്ടെങ്കിൽ ലെസ്സി ചില അൺഫേവറബിൾ ആയിട്ട് കോൺട്രാക്റ്റ്, തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ചില കരാറുകളിൽ ഒപ്പിടാൻ നിർബന്ധിതമാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ലെസ്സർക്ക് എക്കണോമിക് ഡോമിനൻസ് ഉണ്ട്, വലിയ ടെക്നോളജി ഉള്ള അല്ലെങ്കിൽ മെഷീൻസൊക്കെ അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളും ഒന്നും റെഗുലേറ്റ് ചെയ്യാനില്ല എങ്കിൽ ആ ലെസ്സർക്ക് തോന്നുന്ന വാടക ഈടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലെസ്സിയെ സംബന്ധിച്ച്, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, വാടകയ്ക്ക് എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഈ മെഷീൻ അത്യന്താപേക്ഷിതമാണ്, വേണം. അപ്പോൾ ഒരു നിയന്ത്രണമില്ലെങ്കിൽ ലെസ്സർക്ക് ഇഷ്ടമുള്ള റെൻ്റ്, ആവശ്യം, ഡിമാൻഡ് അനുസരിച്ച് ലെസ്സർക്ക് അതിൻ്റെ വാടക കൂട്ടാം. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ലീസ് ഫിനാൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ ലീസിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: state any 4 disadvantages of leasing. I hope all of you understood the topic limitations of leasing quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.